ഇഷ്ടപ്പെട്ടാ നേരെ ഉണ്ടാക്കിയേ ടേസ്റ്റ് ഉണ്ടാ എന്നാ പാപ്പാട് പറ സൂപ്പർ പറ. അപ്പോൾ മുട്ട നമുക്കൊന്ന് പൊട്ടിക്കണം. മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതാ നമ്മൾ കയ്യിലോട്ട് മാറ്റാം. അപ്പോൾ മാക്സിമം ഇതിൻ്റെ വെള്ളം എടുത്തതിന് ശേഷം ഇതിൻ്റെ മഞ്ഞില്ലേ, മഞ്ഞ കൊണ്ടാണ് നമ്മൾ മാല ഉണ്ടാക്കുന്നത്. അതെ, ആ മഞ്ഞ നമുക്ക് ഇതാ ഇതിലോട്ട് മാറ്റാം, ഈ അരിക്കിലോട്ട് മാറ്റാം. ഇത്രേ ഉള്ളൂ പണിയിട്ടാ. ഇതിൻ്റെ വെള്ളം എടുക്കൽ വലിയ ടാസ്ക് ഒന്നുമില്ല. നമുക്കിനി ഈ വെള്ളം നമുക്ക് അങ്ങോട്ട് മാറ്റൊക്കെ. നമുക്കിനി ഇത് നമുക്കൊന്ന് അരിച്ച് ജസ്റ്റ് സിമ്പിളാണ്. നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മുട്ട ചുറ്റിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് സൈഡിലേക്ക് തട്ടി കൊടുക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. കോരുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കണം. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. വേറെ നമ്മുടെ നമുക്ക് പഞ്ചസാരയുടെ കൺസിസ്റ്റൻസി നമുക്ക് ലാസ്റ്റ് വരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എടുക്കാം. പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാവേ. പാത്രം നമ്മൾ ചെരിച്ച് വെക്കണം. അതിന് മുന്നേ നമ്മൾ ഇതൊന്ന് കിള്ളി കൊടുക്കണം കേട്ടോ. എൻ്റെ പാത്രം ചെരിച്ച് വെക്കുന്നതിന് കൂടെ പറ. ഇത് നമ്മൾ ചെരിച്ച് വെക്കുന്നത് ഇതിലെ സിറപ്പ്, പഞ്ചസാര സിറപ്പ് താഴോട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടോ. നമുക്കൊന്ന് കിള്ളി കൊടുക്കാം. നല്ല കോൺസെൻട്രേഷനിൽ പണിയെടുക്കുന്ന യുവാവ്. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ആദ്യമായിട്ട് ഒരു ആണുങ്ങൾ മുട്ടമാല ഉണ്ടാക്കുന്ന ഞങ്ങളാണ്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഉണ്ടാക്കി കൊടുക്കാം. അത് വെള്ളത്തിലോട്ട് വയ്ക്കാം. ഒരു നുള്ളി ഏലക്ക പൊടി, ഒരു നുള്ളി ഫ്ലേവർ പൊടി, ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഞ്ചസാര സിറപ്പ്. നമ്മൾ മുട്ടമാല ഉണ്ടാക്കിയെടുത്ത സിറപ്പല്ലേ? അയ്യോ അതന്നെ, അത് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. നേരത്തെ മുട്ടമാലേൻ്റെ പൊടി ഉണ്ടാവും, നമുക്ക് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത സാധനം നമുക്ക് ജസ്റ്റ് ഒന്ന് ആവിലൊന്ന് കഴിക്കാം. ഇനി നിങ്ങൾ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാക്കി ടേസ്റ്റ്. ഞാൻ കഴിച്ചോട്ടെ. കഴിച്ചോക്കാം. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? മധുരം എങ്ങനെയുണ്ട്? മധുരം എങ്ങനെയുണ്ട്? കണക്കാം. ഇതുണ്ടല്ലോ ശരിക്കും പുഡിങ് പോലെ നല്ല ചില സമയത്ത് കഴിച്ചത് നല്ല കട്ടി വന്നിട്ട് സോഫ്റ്റ് അല്ലേ? അടിപൊളി. താങ്ക് യു. എങ്ങനെയുണ്ട്?